പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, പണ്ട് വാഹന സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ജനങ്ങളൊക്കെ വലിയ വലിയ ഭാരമുള്ള ചാക്കുകൾ തോളിലേറ്റിക്കൊണ്ട് കിലോമീറ്ററുകളോളം അവർ നടന്നു പോകും. അങ്ങനെ പോകുന്ന വഴിയിൽ ചില സ്ഥലത്തൊക്കെ ചുമട് താങ്ങിയുണ്ടാകും. അത് കല്ലുകൊണ്ട് ഒരു കെട്ടപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെ ഇവർ ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നതിനിടയിൽ ഇവർ ഈ ചുമട്, ഇവരെ തോളിലായിരിക്കുന്ന വളരെ ഭാരമേറിയ ചുമട് അല്പനേരത്തേക്ക് ആ ചുമട് താങ്ങിയുടെ മേൽ ഇറക്കി വെക്കും. അപ്പോൾ ഇവരുടെ തോളിന് വലിയൊരു ആശ്വാസമാണ്. കാരണം പിന്നീട് കുറേ ദൂരം ഇവർക്ക് യാത്ര ചെയ്യാനുള്ളതാണ്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ചുമട് താങ്ങികൾ ഉണ്ടാകും. ഇന്നും പലരും പല ഭാരങ്ങൾ ആരും അറിയുന്നില്ല എങ്കിലും ഹൃദയത്തിൽ പല ഭാരങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ്. പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും പുറത്തു പറയുവാൻ കഴിയാത്ത വിധമുള്ള അനേക ഭാരമേറിയ ചുമടുകൾ ചുമന്നുകൊണ്ടാണ് ഇന്ന് നമ്മിൽ പലരും ജീവിക്കുന്നത്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുവാൻ ഇന്ന് ഈ കാലഘട്ടത്തിലും നമ്മുടെ യേശു ക്രിസ്തു ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ചുമട് താങ്ങിയാണ്. അതെ, യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. അതെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് ചെന്ന് ധൈര്യമായി നിങ്ങളുടെ ചുമടുകൾ ഇറക്കി വെക്കാം. ഇന്ന് ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ചുമട് താങ്ങികളെ കാണുവാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം സൗകര്യങ്ങൾ വർദ്ധിച്ചു. എന്നാൽ ഇന്നും ഹൃദയത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന അല്ലെങ്കിൽ താങ്ങാനാവാത്ത ഭാരം ചുമക്കുന്ന യേശു ക്രിസ്തുവിന് ഒരു മാറ്റവും വന്നിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്നും ചുമന്നുകൊണ്ട് നടക്കുന്ന എത്ര വലിയ ഭാരവുമായിക്കൊള്ളട്ടെ സഹോദര സഹോദരി, അത് ഇറക്കി വെക്കുവാനുള്ള ഏക സ്ഥലം എന്ന് പറയുന്നത് അത് യേശു ക്രിസ്തുവാണ്. നിങ്ങൾക്ക് ആശ്വാസം തരുന്ന ഒരു നല്ല യേശു ക്രിസ്തുവുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഭാരങ്ങൾ ഇറക്കി വെക്കും. ഹന്ന എന്ന ഒരു സഹോദരി തലമുറകളില്ലാതെ വളരെ ഭാരപ്പെട്ട് മനോവ്യസനത്തോടെ ഭാരം ചുമന്നുകൊണ്ട് നടന്നു. ഒരിക്കൽ ആ സഹോദരി ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് തൻ്റെ ഹൃദയത്തിലായിരിക്കുന്ന ഭാരമെല്ലാം ഇറക്കി വെച്ച് പ്രാർത്ഥിച്ചു. വിശുദ്ധ വചനത്തിൽ ഇങ്ങനെ കാണുന്നു, പിന്നെ അവളുടെ മുഖം വാടിയതേയില്ല. അവിടെ പ്രശ്നത്തിന് പരിഹാരം ലഭിച്ചു എന്നല്ല നമുക്കവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ അവളുടെ ഭാരം ശരിയായ ഒരു സ്ഥലത്ത് ഇറക്കി വെച്ചപ്പോൾ അവൾക്ക് പിന്നെ ദുഃഖിക്കേണ്ടി വന്നില്ല. ഹന്നയ്ക്കറിയാം, എൻ്റെ വിഷയത്തിന് ഒരു മനുഷ്യർക്കും സഹായിക്കാൻ കഴിയത്തില്ല, ദൈവത്തിന് മാത്രമാണ്. ഒരു ഉറച്ച വിശ്വാസത്തോടെ ഹന്ന തൻ്റെ ഭാരമെല്ലാം ദൈവത്തിൽ ഇറക്കി വെച്ചിട്ട് താൻ 100% ഉറച്ച വിശ്വാസത്തോടെ ഇനി ഞാൻ ദുഃഖിച്ചിട്ട് കാര്യമില്ല, കാരണം ഞാൻ എൻ്റെ വിഷയം എത്തിക്കേണ്ടവൻ്റെ കയ്യിൽ എത്തിച്ചു എന്ന ഒരു ഉറപ്പോടെ താൻ അവിടുന്ന് കടന്നുപോയി. നിങ്ങൾക്കും അങ്ങനെ ആശ്വസിപ്പാൻ വകയുണ്ട്. ഇതാ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വിളിച്ചു പറയുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ ഭാരം എത്ര വലിയ ഭാരമാണെങ്കിലും ചുമപ്പാൻ ശക്തനാണ്. നിങ്ങളുടെ ദുഃഖത്തെ സന്തോഷമായി മാറ്റി, നിങ്ങൾ രോഗമോ ഏതെല്ലാം പ്രതിസന്ധിയിലാണോ നിങ്ങൾ ആയിരിക്കുന്നത് അവിടെ നിന്നും നിങ്ങൾക്കൊരു ആശ്വാസം തരുവാൻ കഴിവുള്ള യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. നിങ്ങൾക്ക് സമാധാനം തരുവാൻ കർത്താവ് നിങ്ങളെ മാടി വിളിക്കുകയാണ് പ്രിയരെ. ദൈവം അതിനായി നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.